സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കേനെയും സുകുമാരിയമ്മയും കണിമംഗലം കുടുംബം ഒറ്റക്കെട്ടായി നിന്ന് അവിടുന്ന് തള്ളി അടിച്ചിറക്കിയതിൻ്റെ കഥ മുഴുവൻ വരുണിനോട് പറയുവാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് വരുണിനാണെങ്കിൽ ചിരി നിർത്താൻ പറ്റുന്നില്ല. സത്യമാണോ പറയുന്നേ? ഞാനില്ലാതിരുന്ന കുറച്ച് സമയം കൊണ്ട് ഇവിടെ ഇത്തരം കാഴ്ചകളൊക്കെ ഉണ്ടായോ? പക്ഷേ എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വരുൺ പരിഭവത്തോടെ പറയുവാണ്. എന്നിട്ട് രാധികയോട് വീട്ടിൽ ചോദിക്കണേ, അല്ല രാധികെ, കുറച്ചും എന്നെ പറ്റിച്ചതുപോലെ ഇപ്പോഴും നിങ്ങൾ എന്നെ ചേർന്ന് പറ്റിക്കുവാണോ? ദേ, എന്നെ വെറുതെ പറഞ്ഞു കൊതിപ്പിക്കല്ലേ. അന്നേരം രാധിക പറയണേ, അയ്യോ ഇല്ല വരുൺ, സത്യം തന്നെയാണ് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ വരുൺ അവരുടെ റൂമിൽ ചെന്ന് നോക്ക്, രണ്ടിൻ്റെ പൊടി പോലും ഇല്ല. അന്നേരം അതൊക്കെ കേട്ടിട്ട് വരുൺ സന്തോഷമാകുവാണ്. വരുൺ മുത്തശ്ശിയെ കൈ പിടിച്ച് കറക്കുവാണ് കേട്ടോ. എന്നിട്ട് സന്തോഷം കൊണ്ട് രാധികയും കോരിയെടുത്ത് കറക്കുവാണ്. അതൊക്കെ കണ്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ജയഭാരതി അമ്മ. ഈ സമയം വരുൺ പറഞ്ഞേ, രാധിക താൻ വേഗം തന്നെ പോയി റെഡിയാവും. ഈ സന്തോഷത്തിന് നമുക്കിന്ന് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാം. മനസ്സ് അത്രയ്ക്ക് ഹാപ്പി ആയിട്ടുണ്ട് മുത്തശ്ശി. അതിനെന്താ, രണ്ടാളും പോയിട്ട് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പുറത്തേക്ക് പറഞ്ഞയക്കുവാണ് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് സുകുമാരിയമ്മയും പ്രിയങ്കയും ചേർന്ന് നേരെ ചെല്ലുന്നത് സിയയിനെയും ഗൗതത്തിനെയും കാണാനാണ് കേട്ടോ. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഗൗതത്തിനോടും സിയയോടും പറയുവാണ്. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് ഗൗതം ദേഷ്യപ്പെടുക. പക്ഷേ നല്ലൊരു അവസരമായിരുന്നു, അതിങ്ങനെ കളഞ്ഞു കുളിച്ചല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഈ സമയം സുകുമാരിയമ്മ പറയണേ, അവിടെയുള്ള എല്ലാവരും കലിയിളകി നിൽക്കുവാണ്. അമ്മാതിരി കള്ളത്തരമല്ലേ പൊളിഞ്ഞത്. ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് കയറി ചെല്ലാൻ പറ്റില്ല സാറേ. അതുകൊണ്ടല്ലേ? അന്നേരം അജിത്ത് ചോദിക്കണേ, അതിന് നിങ്ങളോടിപ്പോൾ ആരാ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്? അങ്ങനെ അജിത്തും ഗൗതവും ചേർന്ന് അവർക്കവിടെ വീണ്ടും തിരികെ കയറാനായിട്ട് എന്തോ പുതിയ പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ഇതേ സമയം രാധിക വരണം ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോ മറ്റോ എത്തിയിരിക്കുകയാണ് കേട്ടോ. ആ സമയത്തായിരിക്കും രാധികയുടെ ഫോണിലേക്ക് ദേവനാരായണൻ വിളിക്കുന്നത്. ആ എന്താച്ചാ പറഞ്ഞോ? ഈ സമയം ദൈവം പറഞ്ഞേ, അല്ല മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവരെത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചെത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത്രയും നേരമായിട്ടും അവരിതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇത്ര നേരമായിട്ടും അവരെത്തിയില്ലേ? അച്ഛനൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? പലതവണ വിളിച്ചു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ദേവനാരായണൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് ടെൻഷനോട് കൂടി ഇരിക്കുന്ന രാധികനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്